ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമത പാളയത്തിൽ പട. നിങ്ങൾ പലരും കണ്ടു കാണും. മുണ്ടാടൻ്റെ ഒരു വിശദീകരണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മുണ്ടാടൻ എന്തുകൊണ്ടാണ് ഒരു വിശദീകരണം കൊടുക്കാൻ നിർബന്ധിതനായത്? പെട്ടുപോയിരിക്കുകയാണ്. മുണ്ടാടനും ഈ വിമത വൈദിക നേതൃത്വവും പെട്ടുപോയിരിക്കുകയാണ്. ആ വിശദീകരണക്കുറിപ്പ് നിങ്ങൾ കണ്ടു കാണും. അതിലൊരു ഹൈലൈറ്റ്, അതായത് ബോൾഡ് അക്ഷരത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രം ഞാൻ വായിക്കാം. മറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്രിമിനൽ കൂലിയായി മാറ്റും, നവവൈദികർക്ക് മറ്റു അച്ഛന്മാരെ പോലുള്ള അവകാശം കിട്ടുന്നൊക്കെ ഇങ്ങനെ ന്യായീകരിച്ചിരിക്കുകയാണ് സർക്കുലറിനെ. എന്നിട്ട് അതിനകത്ത് ബോൾഡ് ലെറ്റേഴ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈദിക സമ്മേളനത്തിൽ ഇതിന്റെ തുടർച്ചയെന്നോണം വൈദിക യോഗത്തിൽ ഇതിന്റെ തുടർച്ചയെന്നോണം പുതിയ കൂലി അംഗങ്ങൾ വന്നു കഴിയുമ്പോൾ വൈദിക സമിതി തുടങ്ങിയ കാനൂനിക സമിതികളുമായി കൂടി ആലോചിച്ച് ഈ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിൽ ഫലപ്രദമാക്കാൻ അജപാലന രേഖ ഉണ്ടാക്കാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും വൈദികർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വൈദികരും അൽമായരും ഈ സർക്കുലർ സ്വീകരിക്കുന്നത്. ഈ സർക്കുലർ സ്വീകരിക്കാൻ പാടില്ലെന്ന് മുണ്ടാടന്റെ അടുക്കല് നിരവധി വിമത വൈദികർ പറഞ്ഞു കഴിഞ്ഞു. അൽമായ മുന്നേറ്റക്കാർ അത് ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞു. ഈ സർക്കുലർ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റില്ലെന്ന് അൽമായ മുന്നേറ്റക്കാരും പറഞ്ഞു കഴിഞ്ഞു. നേതാക്കന്മാരല്ല, അണികള്. പിന്നെ വിമത വൈദികരും നേതൃത്വത്തിലുള്ളവരല്ല, അല്ലാത്തവർ പറഞ്ഞു കഴിഞ്ഞു. നേതൃത്വത്തിലുള്ളവരും പറഞ്ഞു കഴിഞ്ഞു ചിലരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കെണിയിൽ പെട്ട് കിടക്കാണ് മുണ്ടാടൻ, ഈ വിമത വൈദിക നേതൃത്വം. അതുകൊണ്ടാണ് ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഇങ്ങനെ പ്രായോഗിക തലത്തിൽ ഫലപ്രദമായ ഒരു അജപാലന രേഖ ഉണ്ടാക്കാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും വൈദികർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഒരു അഴകുഴമ്പൻ മട്ടിലങ്ങ് പറഞ്ഞിട്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതായത് ക്രിമിനൽ കൂലിയായി മാറ്റും, നവവൈദികർക്കും അവർ ആപ്ലിക്കേഷൻ കൊടുത്താൽ പിതാവ് ചില അനുവാദങ്ങൾ തന്ന് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പറ്റും. എത്ര നാൾ പാംപ്ലാനി പിതാവ് എറണാകുളത്ത് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. തട്ടിൽ പിതാവ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഈ വിമത വൈദികരെ നേതൃത്വം എഴുതി തിരിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് എഴുതി പ്രചരിപ്പിക്കാനായിട്ട് മുണ്ടാടൻ നിർബന്ധിതനായത്. പെട്ടുപോയിരിക്കുകയാണ് വിമത വൈദിക നേതൃത്വം. എന്തുകൊണ്ടാണ് ഈ സർക്കുലറിന് ഇങ്ങനെ വിശദീകരണം മുണ്ടാടൻ എഴുതേണ്ടി വന്നത്? എന്തായിരുന്നു വിമത വൈദികര് അവരുടെ വിമത വൈദിക നേതൃത്വത്തോട് ഉന്നയിച്ച ചോദ്യങ്ങൾ? അവർ ചോദിച്ച ചോദ്യങ്ങൾ ചിലത് ഇതാണ്. മതബഹയിൽ കയറി ഫ്ലെക്സ് പിടിച്ച് നാം പ്രതിജ്ഞ എടുത്തതല്ലേ മരിക്കേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന്? മധുബഹയിൽ കയറി ഫ്ലെക്സ് പിടിച്ച് നാം സത്യപ്രതിജ്ഞ എടുത്തതല്ലേ മരിക്കേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന്? ഇനി എങ്ങനെ ഏകീകൃത കുർബാന ചൊല്ലും? ഇതിനെന്ത് സമാധാനം പറയും? ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. 2, കൽദായവൽക്കരണത്തിന്റെ ഭാഗമാണ് ഏകീകൃത കുർബാന എന്നല്ലേ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ നാം ഏകീകൃത കുർബാന ചൊല്ലിയാൽ നമ്മളും കൽദായവാദികളാകില്ലേ? കൽദായവൽക്കരണമാണ് ഏകീകൃത കുർബാന എന്നാണ് നമ്മൾ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ നാം ഏകീകൃത കുർബാന അത് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ചൊല്ലിയാൽ നമ്മളും കൽദായരാകില്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് തെറ്റായി പോകില്ലേ, നുണയായി പോകില്ലേ? 3, പൃഷ്ഠകുർബാന, ഭിത്തി കുർബാന, കുണ്ടിക്കുർബാന എന്നൊക്കെ നാം ഈ ഏകീകൃത കുർബാന പരിഹസിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ പൃഷ്ഠം കാണിച്ച് കുർബാന അർപ്പിക്കും? ഈ ഏകീകൃത കുർബാനയെ നമ്മൾ പരിഹസിച്ചുകൊണ്ടിരുന്നത് പൃഷ്ഠകുർബാന, ഭിത്തി കുർബാന, കുണ്ടിക്കുർബാന എന്നൊക്കെയാണ്. ചുമര് നോക്കി കുർബാന. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ? ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ജനങ്ങൾ ചോദിക്കില്ലേ ഇപ്പൊ നിങ്ങളുടെ പൃഷ്ഠമല്ലേ കാണിക്കുന്നതെന്ന്? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇത്ര നാൾ എതിർത്തുകൊണ്ടിരുന്നതെന്ന്? ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു, ആരാണ് പടക്കം പൊട്ടിക്കേണ്ടത്, ആരാണ് ജയിച്ചതെന്നൊക്കെ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കൂ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതാണോ സംഭവിച്ചതെന്ന് നിങ്ങൾക്കപ്പോൾ ഉത്തരം കിട്ടും. മാണിപ്പറമ്പിലച്ചന്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കുന്നതിന് കാരണം ഞാൻ സത്യം പറയുന്നത് കൊണ്ടാണ്, നീതി പറയുന്നത് കൊണ്ടാണ്, ന്യായം പറയുന്നത് കൊണ്ടാണ്, സഭയ്ക്ക് വേണ്ടി പറയുന്നത് കൊണ്ടാണ്, കർത്താവിന് വേണ്ടി പറയുന്നത് കൊണ്ടാണ്. 4ാമത്തെ ചോദ്യം, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഏകീകൃത കുർബാന മെത്രാൻ സെനറ്റ് നടപ്പാക്കിയത് എന്നാണല്ലോ നാം സ്ഥിരമായി ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലിയാൽ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മെത്രാൻ സെനറ്റ് ഈ ഏകീകൃത കുർബാന തുടങ്ങിയത് എന്ന ആരോപണം തെറ്റാണെന്ന് വരില്ലേ? നമ്മൾ നുണ പറഞ്ഞെന്ന് വരില്ലേ? ഈ ചോദ്യങ്ങൾ കേട്ട് പൊറുതിമുട്ടിയ മുണ്ടാടനും നേതൃത്വവും ഈ വിശദീകരണക്കുറിപ്പ് എഴുതി അയച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു. പക്ഷേ
വിമതപക്ഷത്തുള്ള വൈലി ഗ്രൂപ്പ്, അങ്ങനെ വേറെ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവരിത് അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ഈ സർക്കുലർ അനുസരിക്കാൻ വിമത വൈദികരിൽ ഒരു വലിയ ശതമാനം തയ്യാറാകില്ല. അപ്പൊ ആരാണ് ഈ സമവായ കെണിയിൽ വീണിരിക്കുന്നത്? പാമ്പ്ളാനി പിതാവ്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇത് കെണിയാണ്, കെണിയാണ്, നിങ്ങളാണ് കെണിയിൽ വീഴാൻ പോകുന്നതെന്ന്. വിമത വൈദികരിൽ നല്ലൊരു ശതമാനം ഈ സർക്കുലർ അംഗീകരിക്കുകയോ ഏകീകൃത കുർബാന ചൊല്ലുകയോ ഇല്ല. അൽമായ മുന്നേറ്റക്കാര് ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് പലയിടത്തും സമ്മതിക്കില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് സമ്മതിപ്പിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് നടക്കില്ല. അപ്പോൾ പാമ്പ്ളാനി പിതാവും ഒരുപക്ഷെ വിമത വൈദിക നേതൃത്വവും കെണിയിൽ വീണ് കിടക്കുകയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞു മാണിപ്പറമ്പലച്ചൻ, എത്രയോ വീഡിയോസിലൂടെ പറഞ്ഞു, എത്രയോ വീഡിയോസ് പിതാവിനും മറ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. പാമ്പ്ളാനി പിതാവ് കെണിയിൽ വീഴരുത്, കെണിയിൽ വീഴാതിരിക്കണം. പക്ഷേ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങ് വാസ്തവത്തിൽ കെണിയിൽ വീണ് കിടക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിമതരും ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനുഭവിച്ചോ എന്ന് പറയാൻ അങ്ങനെ തോന്നുക, പക്ഷേ നമ്മളെല്ലാം ഒരു സഭയിൽ അംഗങ്ങളായതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മാനസാന്തരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.